ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നല്ലവനായ ഈശോയുടെ നാമത്തിൽ നിനക്ക് നേരുക. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിന്നെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 29-ാം തിരുവചനം. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ജനക്കൂട്ടം ഈശോയെ തേടി വന്നപ്പോൾ ഈശോ ജനക്കൂട്ടത്തോട് പറയുന്നതാണ്, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയിൽ വിശ്വസിക്കുക. ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി. നീ ഈശോയിൽ വിശ്വസിക്കുവാണെങ്കിൽ നീ ദൈവത്തിൻ്റെ ഹിതത്തിനാണ് വില കൊടുക്കുക. നിനക്ക് ഈശോ വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും സഹോദര സഹോദരി, അതിൻ്റെ ആഴം ഒന്ന് പരിശോധിക്കണം. കാരണം ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തിയാണ് ആ വിശ്വാസം. ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കത്തക്ക രീതിയിൽ ആഴമേറിയൊരു വിശ്വാസം നിനക്ക് ഈ കർത്താവിലുണ്ടോ? പരിശോധിക്കേണ്ടതും ആഴപ്പെടേണ്ടതും നീ തന്നെയാണ്. നിനക്കത് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയാണ് നിന്റെ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ നീ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. നിന്നുള്ള വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും നൽകണമേ. സ്വർഗകവാടങ്ങൾ തുറന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.